CPM ലോക്കൽ സെക്രട്ടറി ആയിരുന്ന പ്രഭാകരൻ മാസ്റ്റർ വ്യാജ പരാതി നൽകി. ആ പരാതി വ്യാജമാണെന്ന് അന്ന് കേസ് അന്വേഷിച്ച എടക്കാട് SI അബ്ദുൽ വഹാബ് റിപ്പോർട്ട് നൽകിയെങ്കിലും അദ്ദേഹത്തിന് സൂരജിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കൃത്യം ഒരാഴ്ചയ്ക്ക് 7/8/2005 തീയതി കാലത്ത് 8:40 മണിക്ക് മുഴപ്പിലങ്ങാട് FCI ഗോഡൌണിന് സമീപം വെച്ച് ഈ ചെറുപ്പക്കാരനെ 6-ാം പ്രതി സജീവൻ്റെ ഓട്ടോറിക്ഷയിലെത്തിയ TK രജീഷ്, ഷംസുദ്ദീൻ, മനോരാജ് എന്ന നാരായണൻ, യോഗേഷ്, ഷംജിത്ത് തുടങ്ങിയവർ ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. വാള്, മഴു, കൊടുവാള് തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ച് പട്ടാപ്പകൽ കാലത്ത് 8:40 ആയിരുന്നു വെട്ടിക്കൊന്നത്. അതിനുശേഷം ഈ ഗൂഢാലോചന, ഈ കേസിൻ്റെ കൊലപാതകത്തിൻ്റെ മുഖ്യ ആസൂത്രകൻ അന്നത്തെ മുഴപ്പിലങ്ങാട് എടക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ V പ്രഭാകരൻ മാസ്റ്റർ, അദ്ദേഹം 7-ാം പ്രതിയാണ്. ബാങ്ക് രാധാകൃഷ്ണൻ എന്ന CPM പാർട്ടി നേതാവ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നു, അദ്ദേഹം 8-ാം പ്രതിയാണ്. പത്മനാഭൻ 9-ാം പ്രതിയാണ്. ഇവർക്കെതിരെ ഗൂഢാലോചന കുറ്റവും കൊലപാതകത്തിനുള്ള ഗൂഢാലോചന കുറ്റമാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിലെ 11-ാം പ്രതി പ്രദീപൻ 1-ാം പ്രതിയെ കുറ്റക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒളിപ്പിച്ചു എന്ന വകുപ്പിന് 212 IPC പ്രകാരമാണ് 5 വർഷം വരെ തടവ് കിട്ടാവുന്ന വകുപ്പ് പ്രകാരമാണ് 11-ാം പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. കാരണം സൂരജിൻ്റെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം സൂരജിനെ വധിക്കുന്നതിന് 1 വർഷം മുമ്പ് വരെ അദ്ദേഹം CPMൻ്റെ പ്രധാന പ്രവർത്തകനായിരുന്നു. അദ്ദേഹം പാർട്ടി മാറി RSS BJPയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതിൻ്റെ ഭാഗമായാണ് അദ്ദേഹത്തിനെ 7/7/2004 വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പിറകെ തന്നെ ഈ CPMൻ്റെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് 1/8/2008 വ്യാജ പരാതിയും തുടർന്ന് 7/8/2005 കൊലപാതകവും. ആദ്യം കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനായ M ദാമോദരൻ വളരെ കൃത്യമായി ഈ കേസിൽ 2ഉം 5ഉം പ്രതികളായ ആളുകളെ കണ്ടുകിട്ടാനുണ്ട്, അവർ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് എന്നും കാണിച്ച് ബഹുമാനപ്പെട്ട കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. 2010 കേസിൽ വിചാരണ നടപടികൾ തുടങ്ങിയെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ നടന്നില്ല. എന്നാൽ 2012 TP ചന്ദ്രശേഖരൻ കേസിലെ പ്രധാന പ്രതിയായ TK രജീഷ് കുറ്റസമ്മത മൊഴി നൽകുകയും താനും മനോരാജ് എന്ന നാരായണനും അടങ്ങിയ സംഘമാണ് ഈ കേസിലെ മറ്റു പ്രതികളോടൊപ്പം ഉണ്ടായിരുന്നത് എന്ന് വെളിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഈ കേസ് പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത്. ആ ഉത്തരവിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ 2 പേരെ 2ഉം 5ഉം പ്രതികളായി TK രജീഷിനെയും മനോരാജ് നാരായണനെയും പ്രതി ചേർക്കുകയുണ്ടായി. അതിനുശേഷം 2023 കേസിൽ വിചാരണയ്ക്ക് വന്ന സമയത്ത് സൂരജിൻ്റെ മാതാവ് സതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഈ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂഷൻ വേണമെന്ന് ആവശ്യപ്പെട്ട് ഒരു ഹർജി നൽകുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിനോട് പ്രോസിക്യൂഷനെ നിയമിക്കണമെന്ന് നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂഷൻ അനുവദിച്ച് കിട്ടിയത്. കാരണം ഇതിലത്തെ ഒരാൾ പോലും, കാരണം ഗൂഢാലോചന വെച്ചാൽ, കാരണം മുമ്പ് വധിക്കാൻ ശ്രമിച്ച കേസിൽ ഇതിലെ 7ഉം 8ഉം പ്രതികളൊക്കെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതികളായിരുന്നു 1 വർഷം മുമ്പ് തന്നെ. കൃത്യമായ രേഖാമൂലമുള്ള തെളിവുകളും സാക്ഷിമൊഴികളും ഗൂഢാലോചനക്ക് തെളിയിക്കാൻ വേണ്ടി കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം. ഞാൻ ഈ കേസിൽ എൻ്റെ കൂടെ സഹായിക്കാൻ കേസ് അന്വേഷണത്തിന് കേസ് വിചാരണ ഘട്ടം മുതൽ റിട്ടയർഡ് ഓഫീസർ ദാമോദരൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്. കാരണം ഈ കേസിലെ ആദ്യ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് 10 പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് ശ്രീ M ദാമോദരനായിരുന്നു. സിറ്റി CA ആയിരുന്നു. അദ്ദേഹം റിട്ടയർഡായി DYSP ആയിട്ട്. അദ്ദേഹം ഈ കേസിൻ്റെ വിചാരണ തുടങ്ങിയ അന്നു മുതൽ ഈ കേസിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ ഒരു റിട്ടയർഡ് പോലീസുകാരനെന്ന ഉപരി ഈ കേസിൽ സഹകരിച്ചിരുന്നു. അതുപോലെ ഈ കേസിൽ എനിക്ക് സഹായം തന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനും എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എൻ്റെ കൂടെ നിന്ന സഹപ്രവർത്തകർക്കും നന്ദി അറിയിക്കുകയാണ്. അതാണ് ഈ കേസിൽ ആകെ 12 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 1-ാം പ്രതി ഷംസുദ്ദീൻ, 12-ാം പ്രതി രവീന്ദ്രൻ, അന്നത്തെ പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരുന്നു. ഇവർ വിചാരണയ്ക്കിടെ മരണപ്പെട്ടിരുന്നു. അതുകൊണ്ട് 10 പേർക്കെതിരെയാണ് കോടതി വിചാരണ നടപടികൾ ആരംഭിച്ചത്.
അതിൽ 9 പേർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. ഈ കേസിൽ തിങ്കളാഴ്ച ശിക്ഷ പറയും. അതായത് 1 മുതൽ 2 മുതൽ 1-ാം പ്രതി മരണപ്പെട്ടു, 2 മുതൽ 6 വരെ പ്രതികൾക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം 143, 147, 148, 302 കൂടാതെ 120B എന്നിവയും ആംസ് ആക്ട് പ്രകാരമുള്ള കുറ്റമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ 7 മുതൽ 7, 8, 9 പ്രതികൾക്കെതിരെ ഈ കേസിൽ കൊലപാതകത്തിനുള്ള ഗൂഢാലോചന കുറ്റമാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. BJP പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ 9 CPIM പ്രവർത്തകർ കുറ്റക്കാർ എന്ന് തലശ്ശേരി കോടതി കണ്ടെത്തുകയാണ്. 10-ാം പ്രതിയായ പ്രകാശനെയാണ് വെറുതെ വിട്ടിരിക്കുന്നത്. രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്ന് സൂരജിനെ ബോംബെറിഞ്ഞ് വീഴ്ത്തി വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു കേസ്. കേസിനാസ്പദമായ സംഭവം 2005 ഓഗസ്റ്റ് 7-നാണ് നടക്കുന്നത്. പിന്നീട് അതിൻ്റെ അന്വേഷണകാലം, വിചാരണാകാലം, TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായ TK രജീഷ് അടക്കം അതിൻ്റെ പ്രതിപട്ടികയിലുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ TK രജീഷിൻ്റെ കുറ്റസമ്മത മൊഴിയടക്കം ഈ കേസിൽ നിർണായകമായതാണ്. 12 പ്രതികളാണ് ഈ കേസിൽ ഉണ്ടായിരുന്നെങ്കിൽ 1-ാം പ്രതി ഉൾപ്പെടെ 2 പേർ വിചാരണാ കാലയളവിൽ മരണപ്പെടുകയായിരുന്നു. ബാക്കിയുള്ള 10 പേർ, അതിലിപ്പോൾ 9 പേർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുന്നു. ഒരു പ്രതിയെ, 10-ാം പ്രതിയായിട്ടുള്ള പ്രകാശനെ കോടതി വെറുതെ വിടുന്നു.